സൈന. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു മലയാളം ത്രില്ലർ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2013 ഇറങ്ങിയ ആരും അധികം വാശിയായിട്ടില്ലാത്ത ഒരു അണ്ടർ റേറ്റഡ് ഉള്ളൊരു സിനിമയാണിത്. ആ കാലത്തിനകത്ത് സോങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് പോയ സമയമാണ്. അപ്പോൾ ഫിലിം എന്ന് പറയുന്നത് അത്ര വലിയ ജനപ്രസിദ്ധി നേടിയിട്ടില്ലാത്ത ഒരു സിനിമയാണ്. അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ്, വലിയ ഫെയിമായിട്ടുള്ള ആളുകളെ വയ്ക്കാതെ അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ, ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കുറച്ച് ആക്ടേഴ്സിനെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ത്രില്ലർ ഫിലിമാണ് ആക്ച്വലി. സോ ഇത് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ത്രില്ലർ എന്ന് വേണം പറയാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നല്ല മിസ്റ്റീരിയസ് ആയിട്ട് പോകുന്ന, ഓരോ നിമിഷവും നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു മിസ്റ്ററി ത്രില്ലറാണ്. സോ നിങ്ങളിത് കണ്ടിട്ടാണുള്ള സാധ്യത കുറവാണ്. ഈവൻ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഇതിൻ്റെ ഒറിജിനൽ ഫുൾ ഫിലിം, അതായത് ഒറിജിനൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. സോ അതെന്തായാലും കയറി കാണണം. എന്തായാലും ഈ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു കളയാം. ഈ സിനിമയുടെ പേരാണ് 10:30 AM ലോക്കൽ കോൾ. 2013 മനു സുധാകരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ 10:30 AM ലോക്കൽ കോളിൽ അഭി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കുറേ നിമിഷങ്ങൾ, ആ നിമിഷങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ അഭിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നിഷാൻ ആണ്. നിഷാനെ നമുക്ക് നല്ലപോലെ അറിയാം. അപൂർവരാഗം ആൻഡ് ഈ പറയുന്ന കുറച്ച് ഫിലിംസ്, ഗീതാഞ്ജലി, ഇതേപോലെ കുറച്ച് ഫിലിംസ് അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് നിഷാൻ. അഭി കാർ കമ്പനി ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് എംപ്ലോയിയാണ്. അഭിക്ക് ഒരു വൈഫുണ്ട്. പുള്ളിക്കാരുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് മൃദുല മുരളിയാണ്. ആൻഡ് അവരൊരു ആർജയാണ്. വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ലൈഫിൽ കോളേജിൽ വെച്ച് തന്നോട് ഒന്നും പറയാതെ തന്നെ വിട്ടുപിരിഞ്ഞു പോയ തൻ്റെ ഒരു കാമുകിയെ വർഷങ്ങൾക്ക് ശേഷം അയാൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടുന്ന മൊമെന്റിൽ തൻ്റെ 3 സുഹൃത്തുക്കളെ വിളിച്ച് അദ്ദേഹം വിവരം പറയുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ ആദ്യം ഒരു തമാശ രീതിയിൽ എടുക്കുന്ന കാര്യം ഈ പറയുന്ന അഭിയുടെ കഥാപാത്രത്തിന് ഭയങ്കര ഷോക്കായിട്ടാണ് ഇത് കയറിക്കൊടുന്നത്. എന്നാൽ അദ്ദേഹം പിന്നീട് പല സാഹചര്യങ്ങൾ, പല സ്ഥലത്ത് വെച്ച് ഈ പറയുന്ന പഴയ കാമുകിയായിട്ടുള്ള നിമ്മിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. നിമ്മിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശ്രുത ശിവദാസാണ്. ഓർഡിനറി ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രുത ശിവദാസാണ്. നിമ്മിയെ കണ്ടുമുട്ടുകയും നിമ്മിയുമായിട്ട് വീണ്ടും ആ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ പ്രണയത്തിലേക്ക് മെല്ലെ എത്തിപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിമ്മിക്കൊരു വലിയൊരു ഷോക്ക് ഉണ്ടാവുകയും അവരുടെ ലൈഫിൽ ഒരു വലിയ ട്രാജഡി ഉണ്ടാവുകയും അവരുടെ ഹസ്ബൻഡുമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും ഹസ്ബൻഡ് തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ പെരുവഴിയിൽ നിൽക്കേണ്ടി വന്ന നിമ്മിക്ക് തനിക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് അബിയെ നിമ്മി ഫോൺ ചെയ്യുകയും ചെയ്യുന്നു. പഴയ സുഹൃത്തായതുകൊണ്ടും പഴയ സ്നേഹമുള്ളതുകൊണ്ടുമായിരിക്കാം അബി നിമ്മിയെ സഹായിക്കാൻ തീരുമാനിക്കുകയും ഒരു ലോഡ്ജിൽ കൊണ്ട് താമസിപ്പിക്കുകയും ഒരു ദിവസം അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിറ്റേ ദിവസം ഉറക്കം എണ്ണിക്കുന്ന അബി കാണുന്നത് ബാത്റൂമിൽ മരിച്ചു കിടക്കുന്ന നിമ്മിയാണ്. പിന്നീട് അബിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളും, പിറ്റേ ദിവസം ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കോൾ വരികയും, ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. അപ്പോൾ ആ കോളിൽ നിന്നും ഉണ്ടാകുന്ന ചില സാഹചര്യത്തിൽ അബിയും നിമ്മിയുമായിട്ടുണ്ടാകുന്ന ഇൻറ്റിമേറ്റ് സീനുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുകയും അത് വെച്ചിട്ട് ഫോൺ ചെയ്യുന്ന ആ അന്നോണായിട്ടുള്ള വ്യക്തി അബിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അയാളുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും സിറ്റുവേഷൻസുമാണ് ഈ സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥ. ഇതാണ് ഇതിൻ്റെ പ്ലോട്ട്. പിന്നീട് ആഫ്റ്റർ ഇൻ്റർവെല്ലിന് ശേഷം സംഭവിച്ചു പോകുന്ന ചില ത്രില്ലിങ് എലമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് സ്പോയിലറായി പോകും. ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ത്രില്ലിങ് പാക്കേജ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇൻ്റർവെൽ വരെ ഒരു നോർമൽ രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്രതീക്ഷിതമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയ കാമുകയെ കണ്ടുമുട്ടുന്ന നായകൻ, അവർക്കിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. എന്നാൽ ആഫ്റ്റർ ഇൻ്റർവെല്ലിന് ശേഷം അങ്ങനെയല്ല പോകുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ട് നിന്നിരിക്കുന്ന ഒരു ഫിലിം പോലെയല്ല. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടാണ് ഫിലിം പോകുന്നത്. സോ ഐ എം റിപ്പീറ്റിംഗ്, യു ഹാവ് ടു വാച്ച് ദിസ് ഫസ്റ്റ്. അബ്സല്യൂട്ട്ലി ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ത്രില്ലർ. അതിനകത്ത് ഒന്നും പറയാനില്ല. നല്ല എൻഗേജിങ് ആയിട്ട് എനിക്ക് പോയിട്ടുള്ള ഒരു ഫിലിം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ യു ഹാവ് ടു വാച്ച് ദിസ് ഫസ്റ്റ്. അത് ഓരോ എവറി സിംഗിൾ മൊമെൻറ്റ്സ് വി ക്യാൻ ഫീൽ ഇറ്റ്. ആ ഒരു ത്രില്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ എൻഗേജിങ് ആണ്. സോ ഇഷാൻ്റെ കഥാപാത്രം, അബിയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ള ഇഷാൻ വളരെ ഫാന്റാസ്റ്റിക്കാണ് ഇഷാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മൃദുലയാണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, എസ്പെഷ്യലി ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ലാൽ, കൈലാഷ് എന്നിവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും, മൃദുലയാണെങ്കിലും ശ്രുത ശിവദാസ് ആണെങ്കിലും എല്ലാവരും വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ
ഇത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. കാരണം ഒരു നല്ല ത്രില്ലർ എന്നതിനപ്പുറത്ത് ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ കണ്ടന്റുകളും കാര്യങ്ങളിലും കൂടി ചേർത്ത് ഒരു പാക്കേജാണ് ഈ ഫിലിം. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പാക്കേജാണ്. ആക്ഷൻ കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 2 വട്ടം 3 വട്ടം കാണാനുള്ള ഒരു ഫിലിം എന്തായാലും മസ്റ്റായിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ, അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഫിലിം ആയതുകൊണ്ടാണ് ഐ എം റിപ്പീറ്റിംഗ്, ഒരിക്കൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. എന്തായാലും ഒറിജിനൽ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഈ ഫിലിം കാണാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നല്ലൊരു സിനിമയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇന്നിവിടെ ഇട്ടത്. സോ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഫിലിംസാണ് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചയപ്പെടുത്തുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഫിലിം കാണുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.